ശോഭേച്ചിയെ ശോഭേച്ച് ആ സാറായി. എന്തല്ല വിശേഷം? അത് ശോഭേച്ച് ഇവിടെ എന്തോ ഒരു പറമ്പിൽ ഇവിടെ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ 2 ദിവസം മുന്നേ പറഞ്ഞതാ, വരാനായില്ല. പിന്നെ ഓരോരോ ചൊറയിലങ്ങായിപ്പോയി, അതുകൊണ്ടാ. എന്നാലും പണി ചെയ്തോ? ഇനി ഇന്നലെ തുടങ്ങിയ പണി അല്ല, അത് അങ്ങനെ ഒന്നും എടുത്തുകൂടാന്നത്. അത് കുറച്ചൊരു ചൊറ പിടിച്ച പണി, അതിന് 2 കഴിക്കാണ്ട് ശരിയായി. അതുകൊണ്ടാ നിങ്ങളോട് ഇന്ന് പറഞ്ഞൊരു കാര്യമില്ല, പിന്നെ അടിക്കലൊന്നുമില്ല. ഞാൻ അവിടെ കയറി ഇരിക്കി, ഞാൻ ഇപ്പൊ വരട്ടോ. എന്തിനാന്നോലെ വെറുതെ മേനക്കേട് തന്നെ. അമ്പോ, നിങ്ങളിന്റെ പഠിച്ചോനാ. ഞാൻ അത് വിട്, ഇതൊക്കെ ഞങ്ങള് റേഡ് പിടിക്കുന്നതാ. ഇത് ബ്രാൻഡിയാ. ഇനി വിസ്കി വേണോ, സ്കോച്ച് വേണോ, നാടൻ ഉണ്ട് അത് വേണോ, ഏതാച്ചാ പറഞ്ഞാ മതി. ഇതൊരു കാര്യം, ഇതാരോടും പുറത്ത് പറയരുത്. അല്ല, ഇനിയുണ്ടോ? എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വരുന്നു. ഞാൻ എന്റെ പഠിച്ചവനാണ്, ഞാൻ ആരോടും പറയല സാറേ. എന്റെ അമ്മോ, നിനക്ക് സോഡയോ അതോ വെള്ളോ? ഞാൻ ടച്ചിങ്സും എടുത്തു തരാം കേട്ടോ. ഇവിടെ എന്തും പറ്റും. അല്ല, നിനക്ക് വെള്ളമൊന്നും വേണ്ടേനോ? ഇതാരോടും പറയരുത്. നീ ഇതൊന്ന് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. ഇത് സാധനമൊക്കെ അടിപൊളിയാ, പക്ഷെ 1-2 സാധനം അതിണ്ട്. 1-2 സാധനത്തിന്റെ അത് കുറവ്. അടിപൊളി സാധനം. പിന്നെ ഒരു കാര്യം, നാളെ പണിക്കും എത്തണേ. പിന്നെ നിങ്ങൾ ആളൊക്കെ അടിപൊളിയാ. നാളെ എനിക്ക് 1-2 സ്ഥലത്ത് പിന്നെ മുമ്പിൽ നിന്നിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇതാരോട്ട് പറയല്ല. നാളെ പണിക്കാരെന്നാകുമെന്ന് നോക്കട്ടെ. വല്ലാത്തൊരവസ്ഥയായി. വേലിയുമ്പോ കിടന്ന പാമ്പിനിട്ട് ഷോക്കേസിൽ വെച്ചതുപോലെ. മുമ്പോൾ ഓരോരുത്തരെ കണ്ടിട്ട് നമ്മൾ വിലയിരുത്തരുത്. ഓന്റെ കൽസറായും പാന്റും ഷർട്ടും കൂട്ടൊക്കെ ഉണ്ടായിരിക്കും മഞ്ഞനാണ്. എന്ത് മഞ്ഞ്. അല്ല ദിനേശേട്ടാ, നിങ്ങൾക്ക് കേറുന്ന ഇത് കിട്ടിയത് അതാ മൂടാന്നല്ലോ. നമ്മളെ മൈലുറ്റി മലയിലെ മനോജ് സാറ് മഞ്ഞ് മഞ്ഞ് അയാൾ. മനോജ് സാറോ? എന്താ മോനെ, മനോജ് സാർ അടിക്കില്ലല്ലോ. അതിനാണോ ഞാനും വിചാരിച്ച് മൂപ്പര് കഴിക്കല. പക്ഷെ മൂപ്പരുണ്ടല്ലോ, ആടെ എന്തൊക്കെ സാധനമുള്ളത് ഇതൊക്കെ മൂപ്പര് റേറ്റ് പിടിച്ചതാ. പറയുന്നത് ഞാൻ പോട്ടെ. നമ്മള് പോയി വെക്കുക, നമ്മളൊന്ന് പോയാലോ? കിട്ടിയാലോ? ബിജു എന്തായാലും വിളിച്ചേ. എങ്ങനെ സാധനം കൊടുത്തിരിക്കുന്നു? ഞാനോ? ഏയ് ഇല്ലില്ല. ആർക്ക്? അതാരോ വെറുതെ പറയുന്നതാണ്. നിനക്കറിയണ്ടോ ഞാൻ അങ്ങനെ ചെയ്യലാന്ന്? ഞാൻ വെള്ളം അടിക്കല്ലോ. പിന്നെന്താ എന്റെ അടുത്ത് പിന്നെ എങ്ങനെ വരുന്ന? ശരി, ഓക്കെ. ആ ചങ്ങായി നാട് നോക്കത്തി പോയി പറഞ്ഞു.